ഗൈസ് അങ്ങനെ ഞങ്ങള് ചിത്ര മ്യൂസിയത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തതും ഹിസ്റ്ററിയാണ്. ഇനി അടുത്തത് ഞങ്ങളൊരു മാൻഷനിലോട്ട് പോണത്. ജിത്തു സത്യം പറഞ്ഞാൽ ബോറിംഗ് ആയിട്ടുണ്ട്. ജിത്തു കഴിഞ്ഞ തവണ ഞങ്ങളോട് അച്ഛൻ്റെ എല്ലാവരും വന്നിട്ട് മടുത്തതാണ്. ഇത്തവണയെങ്കിലും ചേച്ചിമാർ നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് ശേഷം വന്നിട്ട് കുട്ടി ഹിസ്റ്ററി ക്ലാസ്സിൽ വന്നിരുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 300 റുപ്പീസിന്റെ പാക്കേജ് എടുത്ത് 3 മ്യൂസിയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോന്നിനും 150 ആണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ 3 കൂടെ ഒരു പാക്കേജ് മാതിരി എടുത്തു. ഒരു ഗൈഡിനെയും കിട്ടി. അപ്പോൾ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കുറേ കാര്യങ്ങൾ. എന്ത് പറ്റി അനക്ക വിശന്നിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഞങ്ങളൊരു മാൻഷനിലോട്ടാണ് പോകുന്നത്. ഇനി ജിത്തു ഇനി ഉറങ്ങുമോ അതോ ബോറിംഗ് ആയിരിക്കുമോ നമുക്ക് കാണാം. എന്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. ഞങ്ങള് കുറെ സാധനം തിന്നാനുള്ളതൊക്കെ ഇതിലിട്ട് അനകയ്ക്ക് പൂനെക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ജിത്തുവും അച്ചും കൂടെ കഴിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളൊരു മാൻഷനിലാണ് വന്നത്. പറഞ്ഞ മാതിരി ഫോട്ടോസും മാത്രമാണ് അലൗഡ്. വീഡിയോൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ മാൻഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് 1 hour ഉണ്ട് ഞങ്ങളുടെ റൂമിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ലഞ്ച് കഴിച്ച ശേഷം ചെക്ക് ഇൻ ചെയ്യും. 2 മണിക്കാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 12 o'clock ആയിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുകയാണ്. കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കുടിക്കുകയാണ്. അനക 4ാമത്തെ വീഡിയോ. ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിച്ചു. 20 രൂപയാണ് ഒന്നിന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞാൽ 50 രൂപയാവുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞ 20 ആവുള്ളൂ. ഇനി ഞങ്ങളുടെ റൂമിലേക്ക് ഒരു 5-6 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോയി ചെക്ക് ഇൻ ചെയ്യാൻ വെച്ചു. 2 മണിക്കാണ് ചെക്ക് ഇൻ ഉള്ളത്. അപ്പം വഴിയിലുള്ള ഒരു ലക്ഷ്മി ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത് പോയിട്ട് വല്ല ബീച്ചിൽ വല്ലതും ചെയ്യണം. ഞാനും അച്ചുവും പറഞ്ഞത് ഗോവൻ നോർമൽ ഫിഷ് താലിയാണ്. അതിന് എത്ര രൂപയായിരുന്നു? 160 റുപ്പീസായിരുന്നു. ഇനി ഇവർക്ക് ഉള്ളത് വന്നിട്ടില്ല. ഇവര് ചൈനീസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന സ്പെഷ്യൽ ഇവരുടെ സ്പെഷ്യലാണ് കഴിക്കേണ്ടത്. ഇത് മറ്റേ റവയിൽ മുക്കി പൊരിച്ചെടുത്ത ഫിഷാണ്. ഫിഷ് കറി ഉണ്ട്. ഒരു വെജിറ്റബിൾ ഉപ്പേരി ഉണ്ട്. ഇതെന്താ അത്? സാമ്പാറോ ഇതെന്തോ ഒരു കോക്കം സിറപ്പാന്ന് തോന്നുന്നു. പിന്നെ ഒരു എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഒരു വൈറ്റ് റൈസ്. ഓർഡർ ചെയ്തത് ക്രിസ്പി ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ്. 2 പേർക്കും കൂടിയിട്ടുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ്. 150 ആയി. ഞങ്ങൾ മറ്റേ ഫുഡ് പാഴ്സൽ ചെയ്തു. ഇവർ ഫുള്ള് കഴിച്ചില്ല. ആണ് കോക്കോ ഹോസ്റ്റൽ. ഉച്ചയ്ക്ക് വന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിരുന്നു. നല്ല ടയർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഉറങ്ങുകയാണ് ചെയ്തത്. ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പം ഞങ്ങൾ ബീച്ചിൽ പോവാണ്. നല്ലപോലെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയപ്പം ശരി എന്നാൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊക്കോ ഹോസ്റ്റൽ പാലോലിമിൻ്റെ നിയർ ബൈ ആയിട്ട് വരും. ഇവിടെ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് സ്ലോട്ട് അവർ തന്നെ തരും. എക്സ്ട്രാ ആണ്. പാലോലിം ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസേ പറയൂ, എന്താ നടക്കുന്നതിനെ കുറിച്ച് 4 വാക്ക്.
നമ്മുടെ സൺസെറ്റ് മിസ്സായി. ഞങ്ങൾക്ക് എല്ലാം മിസ്സാവുന്നു ഗൈസ്. യെസ്, സൺറൈസ് തെറ്റായ സൈഡിൽ കൂടെ. മുഖ്യം റെസ്റ്റും ഉറക്കമാണ്. ഭക്ഷണം പലോലം ബീച്ചിലേക്ക് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇവിടെ ഒരു ഫുഡ് കാണുന്നുണ്ട്. മിക്കവാറും നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. മെനുവിൽ പ്രൈസ് എഴുതിയില്ല. അതന്നെ, പ്രൈസ് ഇല്ല. അതുകൊണ്ട് എന്തായാലും തൊട്ട് കഴിഞ്ഞാൽ 1000 പോവും. അത് നമ്മുടെ ലോണ്ട്രി സർവീസ് ഉണ്ട്. അപ്പത്തെ മസാജ് ഉണ്ട്. മസാജ് വേണം, ഫുഡ് മസാജ്, ബേബി മസാജ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല.